പ്രിയമുള്ളവരെ, വചനജ്വാല 1279 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 2 ഞായറാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിലെ ഇന്നത്തെ വചനവായന സങ്കീർത്തനങ്ങൾ 52-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അക്രമിയുടെ അവസാനം. ഗായക സംഘ നേതാവിന് ദാവീദിന്റെ പ്രബോധന ഗീതം. ദാവീദ് അഹീമെലേക്കിന്റെ വീട്ടിൽ ചെന്നെന്ന് ഏദോമ്യനായ ദോയാഗ് സാവൂളിനോട് പറഞ്ഞപ്പോൾ പാടിയത്. ശക്തനായ മനുഷ്യ, ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? ദിവസം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു. വഞ്ചക, നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. നന്മയേക്കാൾ തിന്മയെയും സത്യത്തെക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു. വഞ്ചന നിറഞ്ഞ നാവേ, വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം. ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും. നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പിഴുതുകളയും. നീതിമാന്മാർ അത് കണ്ട് ഭയപ്പെടും. അവനെ പരിഹസിച്ച് അവർ പറയും, ഇതാ ദൈവത്തിൽ ശരണം വയ്ക്കാത്ത മനുഷ്യൻ. സ്വന്തം സമ്പൽ സമൃദ്ധിയിൽ വിശ്വാസമർപ്പിച്ചവൻ, അക്രമത്തിൽ അഭയം തേടിയവൻ. ദൈവത്തിന്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാണ് ഞാൻ. ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ബൊഹേമിയയിലെ വിശുദ്ധ ആഗ്നസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ബൊഹേമിയയിലെ ഓട്ടോക്കാർ 1-ാമൻ രാജാവിന്റെ മകളായിരുന്നു ആഗ്നസ്. അവരുടെ മാതാവ് കോൺസ്റ്റൻസ് ഹംഗറിയിലെ രാജകുടുംബത്തിൽ നിന്നുള്ളവളായിരുന്നു. വിശുദ്ധ ആഗ്നസ് ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിന്റെ ചാർച്ചക്കാരിയാണ്. ആഗ്നസിന് 9 വയസ്സായപ്പോൾ ഫ്രെഡറിക് ദ്വിതീയൻ ചക്രവർത്തിയുടെ മകനായ ഹെൻറിയുമായി വിവാഹ നിശ്ചയം ചെയ്തു. എന്നാൽ ഹെൻറി ഓസ്ട്രിയൻ ഡ്യൂക്കിന്റെ മകളെ വിവാഹം ചെയ്തു. ആഗ്നസിന് അതീവ ആനന്ദമുണ്ടായി. എന്തെന്നാൽ അവൾ സ്വയം ദൈവത്തിന് സമർപ്പിച്ചിരുന്നു. നിത്യകന്യകാത്വം പാലിച്ച് താപസ ജീവിതം നയിക്കുക എന്നതായിരുന്നു അവളുടെ ഹിതം. ഫ്രെഡറിക് ചക്രവർത്തി തന്നെ അവളെ വിവാഹം കഴിക്കുന്നതിന് ആഗ്രഹിച്ചു. എങ്കിലും ഗ്രിഗറി 9-ാമൻ മാർപ്പാപ്പയുടെ സഹായത്താൽ അവൾക്ക് സന്യാസ ജീവിതത്തിലേക്ക് സ്വയം സമർപ്പിക്കാൻ കഴിഞ്ഞു. ആഗ്നസ് 1236-ൽ പ്രാഗിൽ ഫ്രയേഴ്സ് മൈനർ സമൂഹത്തിനായി ഒരു മഠം സ്ഥാപിച്ചു. ആഗ്നസ് ആ മഠത്തിൽ പ്രവേശിച്ച് വ്രതവാഗ്ദാനം നടത്തി. താമസം വിന അവിടെ മതശ്രേഷ്ഠയായി. സാൻ ഡാമിയാനോയിൽ നിന്നും വിശുദ്ധ ക്ലാര
5 സന്യാസികളെ ആഗ്നസിന്റെ സമൂഹത്തിലേക്ക് നിയമിച്ചു. ആഗ്നസിന്റെ ദൈവവിളിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും മഠാധിപ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും വിവരിച്ചുകൊണ്ട് മാതൃസഹജമായ വാത്സല്യത്തോടെ വിശുദ്ധ ക്ലാര എഴുതിയ 4 കത്തുകൾ പ്രസിദ്ധമാണ്. ഈ വിശുദ്ധ പരസ്പരം അയച്ച കത്തുകൾ ക്രിസ്തുവിന്റെ ആഴമേറിയ സ്നേഹാനുഭവത്തിന്റെ സാക്ഷ്യപത്രങ്ങളാണ്. മഠാധിപ അയച്ച ഒരു മുതിർന്ന സന്യാസിനി എന്ന നിലയിൽ മാത്രമാണ് അവൾ അധികാരം ഉപയോഗിച്ചത്. തന്നോട് ഇടപഴകിയ ഏവർക്കും അവൾ യഥാർത്ഥ ജീവന്റെ അനുഭവം നൽകി. അവളുടെ വിനയവും ദരിദ്രരോടുള്ള കരുതലും ദാരിദ്ര്യ ജീവിതത്തിനുള്ള സമർപ്പണവും പ്രശസ്തമായിരുന്നു. ചെക്ക് പ്രദേശങ്ങളിൽ സമാധാനം പുലരുന്നതിനായി അവൾ അതിയായി യത്നിച്ചു. ദരിദ്രർക്കായി ആശുപത്രികൾ സ്ഥാപിച്ചു. ദരിദ്രരെയും കുഷ്ഠരോഗികളെയും അവൾ ശുശ്രൂഷിച്ചു. അവളുടെ ജീവിതം ദൈവീക പുണ്യങ്ങളുടെ ഉത്തമ നിദർശനമായിരുന്നു. 1252 മാർച്ച് 12 ആഗ്നസ് സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1982 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ആഗ്നസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. പ്രിയമുള്ളവരെ, ഇന്ന് വിശുദ്ധ ആഗ്നസിന്റെ ബൊഹേമിയയിലെ വിശുദ്ധ ആഗ്നസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.